ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആശ ബിനീഷ്. ഇപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ HSAയുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. HSA ഇപ്പം നമ്മുടെ വെക്കേഷൻ ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വെക്കേഷൻ ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം ഞാൻ കുട്ടികളുമായിട്ട് എന്നും സംസാരിക്കുന്ന ആളാണ്. കുറേ കുട്ടികളെ കേൾക്കും. ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടതിൽ വെച്ച് നിങ്ങളുമായിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പം നിങ്ങളെല്ലാവരും HSAയിൽ കടന്നു പോകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് പരീക്ഷ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല, കലണ്ടർ ഓഗസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുമോ, അതുകൊണ്ട് തന്നെ ഏത് മാസമാണ് പരീക്ഷ നടക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട്. അത് നിങ്ങളുടെ ഒരു അസ്വസ്ഥതയ്ക്ക് കാരണമാണ്. 2, പലർക്കും പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു. എപ്പോഴും ഞാൻ കോളിൽ കേൾക്കാറുള്ളതാണ് സ്റ്റുഡൻസ് പറയുന്നത്, നന്നായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് നിങ്ങൾ, പക്ഷേ ഞങ്ങളിത് മറന്നു പോവുകയാണ്, എന്ത് ചെയ്യണം? അല്ലേ? നിങ്ങൾക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ? മറന്നു പോകുന്നവരോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഇതിന് വേറെ ഒരു സൂത്രവാക്യവുമില്ല. പഠനം റിപ്പീറ്റഡ് ആക്കുക എന്നുള്ള ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ആവർത്തിച്ചു പഠിക്കുക, ഏറ്റവും ക്രിസ്പി ആയിട്ട് നോട്ട് എഴുതി വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഹോളിൽ ചെല്ലുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കും. വീണ്ടും അവിടെ ഒരു സൊല്യൂഷനും കൂടിയുണ്ട്. ചോദ്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. പഠിച്ച് മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ തയ്യാറാക്കി ശീലിക്കണം. ആ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണം ഉണ്ടാകുന്നത്? ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പോയിൻറ്റ്സ് പിന്നീട് മറന്നു പോകില്ല. ഇത് ഞാൻ ഉറപ്പ് പറയുന്നു. റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ട്രിക്ക് തന്നെയാണ്. സോ ഈ ട്രിക്കുകളൊക്കെ നിങ്ങളൊന്ന് പരിശീലിക്കുക. അടുത്തത് മറന്നു പോകാനുള്ള മറ്റൊരു കാരണം എന്താണ്? ഏറ്റവും പ്രധാന കാരണം ടെൻഷൻ തന്നെയാണ്. എൻ്റെ ഏജ് പോയി ടീച്ചറെ, ഞാൻ ഒന്നും ചെയ്യാതെ ഇതിൻ്റെ പുറകെ തന്നെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ PG ഉള്ള ആളാണ്, എനിക്ക് നാട്ടുകാർക്കെല്ലാം ചോദിക്കാനേ ഉള്ളൂ, എനിക്കൊരു ജോലിയായില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ട് പലരും മാനസികമായി തകർന്നു ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കുന്നത്. ഇതൊന്നും നമ്മൾ ഈ ടെൻഷൻ്റെ മുകളിലോട്ട് ഇത് കയറുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? നമ്മളിത് മറന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് മാക്സിമം ടെൻഷൻ ഒഴിവാക്കി തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ? അപ്പോൾ മാക്സിമം ടെൻഷൻ ഒഴിവാക്കുക. ടെൻഷൻ ഒഴിവാക്കാനുള്ള വിദ്യകൾ എന്താണ്? കൂടുതലും ഇതുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് വാർത്തകൾ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ചിലവരുണ്ടാകും, നമ്മളെ വിളിച്ചിട്ട് അവരും പഠിക്കുന്നുണ്ടാവില്ല, നമ്മളൊട്ട് പഠിക്കാൻ സമ്മതിക്കത്തുമില്ല. നമുക്കിങ്ങനെ നെഗറ്റീവ് തന്നുകൊണ്ടേയിരിക്കും. നീ അത് തീർത്തോ, ഇത് തീർത്തോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത് എന്താണ്? നമ്മളൊന്ന് കഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അടുത്തൊരു വർത്തമാനം പറയുന്നത്, ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യം. അപ്പം അങ്ങനെയുള്ള നെഗറ്റീവ് വർത്തമാനങ്ങൾ മാക്സിമം കുറയ്ക്കുക. അങ്ങനെയുള്ളവരുള്ള സഹകരണം മാക്സിമം കുറയ്ക്കുക. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പഠിച്ചു വരുന്ന നിങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമാണ്, ഞാൻ എത്ര റാങ്കിനുള്ളിൽ പെടണം? അല്ലേ, എനിക്ക് 30 റാങ്കിനുള്ളിൽ കിട്ടുമോ? അതിനൊക്കെ എനിക്ക് സാധിക്കുമോ? ഇതൊക്കെ നമ്മുടെ ടെൻഷൻ കൂട്ടുന്ന ചോദ്യങ്ങളാണ്. അപ്പം ദയവ് ചെയ്ത് ഇപ്പം നിങ്ങൾ എന്താണ്, ആദ്യത്തെ റാങ്കുകളിൽ എത്തപ്പെടുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അത് എത്രാമത്തെ റാങ്കുമാവട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ജോലി ലഭിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ മാക്സിമം ഇൻപുട്ട് എടുക്കുക. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഇനിയും HSA പരീക്ഷ എനിക്കറിയാം അടിപൊളിയായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ചിലവർ ഞാൻ ഈ പറയുന്നെങ്കിലും വലിയ രീതിയിലൊന്നും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. ആഗ്രഹമുണ്ട്, ആഗ്രഹിച്ച രീതിയിലേക്കൊന്നും പോർഷൻസ് എത്തിക്കപ്പെടാനോ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ദൗർലഭ്യമുണ്ടാകും. ഡിഗ്രിയുടെ ടോപ്പിക്കൊക്കെ വെച്ച് തുടങ്ങുമ്പോഴാണ് പലർക്കും മനസ്സിലാവുന്നത്, ഇതൊന്നും ഞാനായിട്ട് കൂടുന്നില്ല. മനസ്സിലായോ? കെമിസ്ട്രിയൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ, ഫിസിക്കൽ സയൻസിലൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴാണ് നന്നായിട്ട് പഠിക്കാനുണ്ട്, ഞാനായിട്ട് പഠിച്ചാൽ കൂടുന്നില്ലെന്ന് മനസ്സിലാവുന്നത്. ദെൻ പരീക്ഷകളില്ല, മലയാളത്തിൽ കണ്ടൻറ്റുകളില്ല, ദെൻ ഷുവർ ഷോട്ട് ഏരിയാസ് അറിയില്ല. പിന്നെ ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിച്ച് തരികയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. സമയം അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെയുള്ളവർക്ക് ഒരു അടിപൊളി പ്ലാനുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. HSA റാപ്പിഡ് റിവിഷൻ ബാച്ച്. ഇതിൽ തന്നെയുണ്ട്, പേരിൽ തന്നെയുണ്ട്, റാപ്പിഡായിട്ട് പഠിക്കുക. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ഉറപ്പുള്ള ഏരിയാസ് നല്ല അടിപൊളിയായിട്ട് അധ്യാപകർ പറഞ്ഞു തന്നാൽ നിങ്ങൾ കൂടെ ഉണ്ടാവുമോ? തീർച്ചയായും ഉണ്ടാവണം. പുതിയ ബാച്ചാണ് വരുന്നത്. ഞങ്ങളുടെ വെക്കേഷൻ ബാച്ചിന് ശേഷം ഉണ്ടാവുന്ന റാപ്പിഡ് ബാച്ചാണ്. CCA സംബന്ധിച്ചിടത്തോളം റിസൾട്ടുകൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നവരാണ് ഞങ്ങൾ. അതേ സിസ്റ്റമാറ്റിക് സ്റ്റഡി സ്ട്രാറ്റജിയുമായിട്ടാണ് നിങ്ങളിലേക്കും എത്തുന്നത്. കൃത്യമായ ക്ലാസ്സുകളുണ്ടാകും,
അപ്പോൾ അത് നിങ്ങളൊന്ന് പഠിച്ചാൽ മാത്രം മതി, ബാക്കി പണിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അപ്പം റാപ്പിഡ് റാഷ് കോഴ്സിന് താല്പര്യമുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടത്, ഞാനൊരു ഫോം താഴെ ഫില്ല് ചെയ്തേക്കാം. വേഗം തന്നെ അതിൽ ഫില്ല് ചെയ്യുക, ഡീറ്റെയിൽസ് അടയാളപ്പെടുത്തുക. ഇനിയും കോഴ്സിന് ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ വേഗം തന്നെ ജോയിൻ ചെയ്യുക. പുതിയ ബാച്ചാണ്, കുറച്ച് അഡ്മിഷൻ മാത്രമാണ് അതിനകത്തുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ വരുന്ന 15-ാം തീയതി ഞാനുണ്ടാവും കോഴിക്കോടേക്ക്. കോഴിക്കോട് HSA ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്, താല്പര്യമുള്ളവർക്ക് അതിലും പങ്കെടുക്കാം. അപ്പം അടിപൊളിയായിട്ട് പഠനം പോട്ടെ. ജനറൽ പേപ്പറും ക്ലാസ്സുകളും ഒക്കെ ഞങ്ങൾ CC നന്നായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും. ഞാൻ ഉറപ്പ് പറയുന്നു, ഈ സമയം വെറുതെ കളയാനുള്ളതല്ല, അടിപൊളിയായിട്ട് പഠിക്കാനുള്ളതാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.